ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം ഞാൻ മുംബൈയിലാണുള്ളത്. അപ്പോൾ മുംബൈയിൽ ഞങ്ങൾ സെക്കൻഡ് ഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി കസിൻസ് എല്ലാവരുമായിട്ട് പുറത്ത് പോവാണിത്. അപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നത് എല്ലാം ഞാൻ വിശദമായി കാണിച്ചു തരാം. മുംബൈയിലെ ട്രാഫിക് ഈസ് ലൈക്ക് ഒന്നും പറയാനില്ല, നല്ല ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടെമ്പിൾ കണ്ടു. ടെമ്പിളിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണ് ഡ്രൈവർ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മുംബൈയിലെ ഫേമസ് സീലിംഗ് ബ്രിഡ്ജ് കണ്ടു. അത് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല, ബട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു. ഇത് ആൻഡ് ഹിയർ കംസ് നമ്മുടെ നിഷ അംബാനീൻ്റെ വീട്. അതും കണ്ടിരിക്കാം, റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം നമ്മൾ നേരിട്ട് കാണുന്നത്. ഇറ്റ്സ് സോ ബിഗ്. ഇവിടുന്ന് നോക്കി നമുക്ക് ആൻറ്റില ബിൽഡിംഗ് കാണാം. അത് മുകേഷ് അംബാനീൻ്റെ വീട് നമുക്ക് ഇവിടുന്ന് നോക്കി കാണാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്, അതായത് ഹജ്ജലി. ഹജ്ജലി ഒരു മോസ്കാണ്, ഒരു മുസ്ലിം സെയിൻറ്റിൻ്റെ ഒരു മോസ്കാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ പോകുന്ന വഴിക്ക് കുറേ ഇങ്ങനത്തെ കടകളും ഇതൊക്കെ ഉണ്ട്. അവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന്. എങ്ങനെയൊക്കെയോ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ആൻറ്റീനെ വിളിച്ച് എങ്ങനെയോ സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണ്. ഇതവിടെ കൊണ്ട് നമ്മൾ ആ മോസ്കിൽ പോകുമ്പോൾ ഇതവിടെ കൊണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് അത് അവിടുത്തെ റിച്വലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാണ് നമ്മൾ വാങ്ങിപ്പിച്ചു നമ്മളെ കൊണ്ട്. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് പോയി. അതെ, ഇതാ മോസ്കിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് നോക്കുമ്പോഴേ നമുക്ക് ദൂരെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ മോസ്ക്. ഈ മോസ്കിൻ്റെ ഒരു സൈഡിൽ സീയും, രണ്ട് സൈഡിൽ സീ ആണ്, ബട്ട് ഒരു സൈഡിൽ പ്ലെയിൻ ഏരിയ ആണ്, മറ്റു സൈഡിൽ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്ന രസം. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഷാരൂണും ചീച്ചും കൂടെ വീഡിയോസ് എടുത്തു, റീൽസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ തന്നെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. സീ സൈഡ് ആയതുകൊണ്ട് അത് നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. സൗണ്ട് കേൾക്കായിരുന്നു കൂടെ, അത്രയ്ക്കും കാറ്റായിരുന്നു. ബട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വെതറുമായിരുന്നു. മഴ പെയ്യും തോന്നുമായിരുന്നു, ബട്ട് മഴയൊന്നും പെയ്തില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ ഹജ്ജലി മോസ്ക്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ എടുത്തു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ പോയി കുറച്ച് കറങ്ങി. ഇതാ പെയിൻറ്റിൻ്റെ കവറാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ഫുൾ ബിൽഡിങ്സ് ആണ്, നല്ല വ്യൂ ആയിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ നേരത്തെ ആ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചല്ലോ, ചേട്ടൻ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അത് നമ്മളിവിടെ വന്നിട്ട് എന്ത് ചരടൊക്കെ കെട്ടണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ചെയ്യുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ അതുപോലെ ആൻറ്റീനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് ദെൻ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ അടുത്ത പ്ലേസിലോട്ട്. എവിടെയാണെന്ന് കാണാം. എവിടെ നോക്കിയാലും ബിൽഡിങ്സ്. അത് നല്ല നമ്മൾ ജ്യൂസ് കടയിൽ കയറി. ആ ജ്യൂസ് കടയിലാണെങ്കിൽ എന്തോ എങ്ങനെയൊന്നുമില്ല, നമ്മൾ എവിടെ നോക്കിയാലും മലയാളീസിനെ കാണുന്നില്ല. അതുപോലെയായിരുന്നു ആ കടയിൽ മലയാളി. ജ്യൂസൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ മുംബൈയിലെ മെയിൻ ഡെസ്റ്റിനേഷൻ, ദാറ്റ്സ് ഇന്ത്യ ഗേറ്റ് ആൻഡ് താജ് ഹോട്ടൽ. നമ്മൾ അങ്ങോട്ടേക്ക് പോയി.
അതാണ് ഇവിടെ മുംബൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മിസ്സാക്കാത്ത പ്ലേസ് മറാഠി സ്റ്റൈൽ ഡ്രസ്. അവിടെ വെച്ചിട്ട് എനിക്ക് മറാഠി സ്റ്റൈൽ ഡ്രസ്സാണ് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ മെറീന ഡ്രൈവിൽ വന്നു. അവിടുന്ന് നമ്മൾ കുറച്ച് ഇതുപോലെ തന്നെ ഇവരുടെ റീൽസാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്പോട്ടിൽ ചെല്ലുമ്പോൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പോകുവാണ് തിരിച്ച് ഫുഡ് കഴിക്കാൻ സമയം. ഇപ്പോൾ നമ്മൾ ഫുഡ് തപ്പി നമ്മൾ പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിസ് ചെയ്ത പ്ലേസ് ഉണ്ടായിരുന്നു, ഷാരൂഖ് ഖാൻ്റെ വീട്. അത് നമ്മൾ ശരിക്കും മിസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഇവിടെ കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ളോഗ്. സീ യു ഗൈസ്, ബൈ.